ഇനി നമുക്ക് ഒരു പൂവുണ്ടാക്കി അതിൽ നമുക്ക് ക്ലാസ്സിലേക്ക് ആവശ്യമായ വേർഡ്സ് സെന്റൻസ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കാം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മടക്കി ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുത്തത് നിവർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. നമുക്ക് ഇത് മടക്കാം. ഇത് മടക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് മടക്കിയെടുക്കാം. വീണ്ടും ഒന്നുകൂടി മടക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പൂവായിട്ട് വെട്ടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നിവർത്തി നോക്കാം. ഇപ്പം നമുക്കൊരു പൂവിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നേരിട്ട് വേണമെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വാക്ക് എഴുതാം. അതല്ല എങ്കിൽ നമുക്കിവിടെ വേറൊരു ഷീറ്റ് പേപ്പർ വട്ടത്തിൽ വെട്ടിയെടുത്ത് ഒട്ടിച്ചിട്ട് അതിൽ എഴുതി കൊടുക്കാം. നമ്മൾ വേറൊരു പേപ്പറിൽ ഇതുപോലെ ഒരു വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പൂവിലേക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് എഴുതി കൊടുക്കാം. നമ്മൾ ഇതുപോലെ വേഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂവിനൊരു തണ്ടുണ്ടാക്കാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. നമുക്ക് ഈ പേപ്പറിന്റെ ഈ ഒരറ്റത്ത് നിന്നും ഇതുപോലെ ചുരുട്ടി നമുക്ക് ഒരു സ്ട്രോ പോലെ ആക്കിയെടുക്കാം. ഒരു തണ്ട് പോലെ കുഴല് പോലെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. നമ്മളിപ്പം ഇതുപോലെ ഒരു തണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പേപ്പർ വെച്ചിട്ട്. ഇനി നമുക്ക് ഇല വെട്ടാം. ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കുക. പച്ച കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമുക്കിതിൽ ഇല വെട്ടിയെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. അത് എളുപ്പത്തിന് 2 ഇല വെട്ടാൻ വേണ്ടി 2ആയിട്ട് മടക്കുക. വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഒരു തണ്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ഇലയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ തണ്ട് എടുത്തിട്ടുണ്ട്. ആ തണ്ടിൽ ഇതുപോലെ ഇല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തു വെച്ച പൂവും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ക്ലാസ്സിൽ പ്ലീസ്, സോറി അങ്ങനെ പല വേർഡ്സും എഴുതി നമുക്ക് ഒട്ടിക്കാം.